നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഇനി ഒന്നിനും സമയമില്ല. പ്രസംഗിച്ചു നടന്നാൽ മാത്രം പോരാ, നന്നായി പണിയെടുത്താൽ തന്നെ അധികാരം ഉറപ്പിക്കാൻ കഴിയൂ എന്ന് BJPക്ക് അറിയാം. എന്തായാലും കേരളത്തിൽ ശക്തമായ ഒരു സ്ഥാനം തന്നെ പിടിച്ചെടുക്കാനുള്ള തത്രപ്പാടിലാണ് BJP. കുറച്ചു വിയർത്തു പണിയെടുത്താലും ശക്തി കേന്ദ്രമാകും എന്ന പൂർണ്ണ വിശ്വാസത്തിൽ തന്നെയാണ് BJP നേതൃത്വം ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പ്രസംഗം മാത്രം പോരാ, താഴെത്തട്ടിൽ നേതാക്കളും പണിയെടുക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ BJP ദേശീയ നേതൃത്വത്തിന്റെ പുതിയ തന്ത്രമാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. പാർട്ടി ഘടനയിൽ 5 ബൂത്തുകൾ ചേർത്ത് ശക്തി കേന്ദ്ര എന്ന പുതിയ സംവിധാനം BJP ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സംസ്ഥാന പ്രസിഡന്റിനും ഒരു ശക്തി കേന്ദ്രയുടെ ചുമതലയുണ്ട്. ഈ ശക്തി കേന്ദ്ര എന്തെന്ന് വെച്ചാൽ, ശക്തി കേന്ദ്രയിൽ വോട്ട് കുറഞ്ഞാൽ ആ നേതാവായിരിക്കും ഇതിനുള്ള ഉത്തരവാദി. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ബൂത്ത് കമ്മിറ്റിക്കും മണ്ഡലം കമ്മിറ്റിക്കും ഇടയിൽ ഈ ഘടന തുടരും എന്നത് മറ്റൊരു പ്രത്യേകത കൂടിയാണ്. എല്ലാ നേതാക്കൾക്കും ഇത്തരത്തിൽ ശക്തി കേന്ദ്ര ചുമതലകൾ നൽകിയിരിക്കുന്നു. ആഴ്ചയിൽ 3 മണിക്കൂർ ഒരു ബൂത്ത് എന്ന കണക്കിൽ 15 മണിക്കൂർ ഈ നേതാവ് ശക്തി കേന്ദ്രയിലെത്തി പ്രവർത്തിക്കണം. വെറുതെ കമ്മിറ്റി കൂടിയാൽ മാത്രം പോരാ, ഗൃഹസമ്പർക്കവും അതുപോലെ നടന്നുള്ള പരിപാടിയും മതി എന്നുമാണ് BJPയുടെ നിർദ്ദേശം. UPയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരീക്ഷിച്ചു വിജയിച്ച പഞ്ചരത്നം പദ്ധതിയെ കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ വിപുലമാക്കുകയും ചെയ്തിരിക്കുന്നു. ബൂത്ത് കമ്മിറ്റിക്കാണ് പരിപാടികളുടെ നടത്തിപ്പിന്റെ ചുമതല എങ്കിലും BJPയുടെ സജീവ പ്രവർത്തകരല്ലാത്ത 5 പേർ ഉൾപ്പെടുന്ന മറ്റൊരു സംഘടനാ സമിതിയെ കൂടി ഉൾപ്പെടുത്തി പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതാണ് BJP ദേശീയ അധ്യക്ഷൻ അമിത് ഷാ നടപ്പാക്കിയ പഞ്ചരത്നം പദ്ധതി. ഈ 5 പേരിൽ യുവാക്കളുടെ ഒരു പ്രതിനിധി, പിന്നാക്ക വിഭാഗത്തിലോ OBC വിഭാഗത്തിലോ പെട്ട ഒരു അംഗം, ഒരു വനിത, 2 പൗരപ്രമുഖർ എന്നിവരാണ് ഉണ്ടാവുക. BJP ബൂത്ത് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ സമാന്തരമായി തന്നെ നടക്കും. വാട്സാപ്പ് പോലുള്ള സമൂഹ മാധ്യമങ്ങളുടെ 4 ഗ്രൂപ്പുകൾ ഓരോ ബൂത്തിലും ഇപ്പോൾ പ്രവർത്തിച്ചു വരികയാണ്. ഓരോ ഗ്രൂപ്പിലും 250 പേരുണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ. BJPക്കാർ മാത്രമല്ല, മറ്റുള്ളവരെയും ഈ ഗ്രൂപ്പിൽ അംഗമാക്കുന്നതാണ്. ഓരോ പഞ്ചരത്നയിലും എപ്പോൾ വിളിച്ചാലും ബൈക്കുമായി എത്താൻ കഴിയുന്ന 5 പേരുടെ പട്ടികയും കേന്ദ്ര നേതൃത്വത്തിന് നൽകി കഴിഞ്ഞു. പഞ്ചരത്നയെയും ബൂത്ത് കമ്മിറ്റിയെയും ശക്തി കേന്ദ്രയുടെ ചുമതല വഹിക്കുന്നവർ നിയന്ത്രിക്കുന്നതാണ്. ഈ ശക്തി കേന്ദ്രയുടെ നേതൃത്വത്തിലാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ മുഴുവൻ നടക്കുന്നത്. വോട്ടർ പട്ടികയിൽ ഓരോ പേജിനും പേജ് പ്രമുഖ് എന്ന സംവിധാനവും UPയിൽ നടപ്പാക്കിയിരുന്നു. ഇവരുടെ പ്രവർത്തനങ്ങൾ ദിവസവും വിലയിരുത്തുന്നത് BJP ദേശീയ നേതൃത്വം നേരിട്ട് കേരളത്തിൽ നിയോഗിച്ചിട്ടുള്ള കോൾ സെന്ററുകളിൽ നിന്നുമായിരിക്കും. സംസ്ഥാനത്ത് 7 സ്ഥലങ്ങളിലായി പ്രവർത്തിക്കുന്ന കോൾ സെന്ററുകളിൽ നിലവിൽ 700 പേരാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. സ്വകാര്യ പ്രൊഫഷണൽ സംഘത്തിനാണ് ഇതിന്റെ ചുമതല. എന്തായാലും ശക്തി കേന്ദ്രയിലൂടെ കേരളത്തിൽ ശക്തമായി തന്നെ നിലയുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് BJP. തീവ്ര ശ്രമത്തിൽ തന്നെയാണെന്ന് പറയാം. പ്രസംഗിച്ചു നടന്നാൽ മാത്രം പോരാ, വിയർത്തു പണിയെടുത്തുകൊണ്ട് തന്നെ കേരളത്തിൽ താമര വിരിയിക്കാനുള്ള ശ്രമത്തിലാണ് BJP.